ഓഫർ തട്ടിപ്പിന് പിന്നിലെ കാണാക്കളികൾ, ഓഫർ തട്ടിപ്പിലെ സൂത്രധാരന്മാർ ആരൊക്കെ, രാഷ്ട്രീയ പങ്കാളിത്തം എത്രത്തോളം, നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുകയാണ് റിപ്പോർട്ടർ ലൈവത്തോൺ. പ്രിയപ്പെട്ടവരെ, ആനന്ദ്കുമാറിനെതിരെ NGO കോൺഫെഡറേഷനിലെ അംഗങ്ങൾ തന്നെ രംഗത്തെത്തുകയാണ്. ആനന്ദ്കുമാറിനെ വിശ്വസിച്ചാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയതെന്നും ഇനി എങ്ങനെ പണം തിരിച്ചു നൽകാമെന്നറിയാതെ പ്രതിസന്ധിയിലാണെന്നും ഭാരവാഹികൾ പറയുന്നു. അതായത് ഇടനിലക്കാരായ ഇവരാണ് പെട്ടത് എന്ന് സാരം. അവർ വേട്ടക്കാരല്ല, അവർ ഇരയാക്കപ്പെടുകയായിരുന്നുവെന്ന് അവർ തിരിച്ചറിഞ്ഞു. 2021 നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ശ്രീ KN ആനന്ദകുമാർ രൂപം നൽകി. ആ സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ സന്നദ്ധ സംഘടനകളിലെ എല്ലാം ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ സന്നദ്ധ സംഘടനയുടെ കൂട്ടായ്മയാണെന്നും സാധാരണ നിലയിൽ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെല്ലാം ശാക്തീകരിച്ച് മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്ന തരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരികയാണ് ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സംഘടനയുമായി സഹകരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കേരളത്തിൽ ഏതാണ്ട് 2000-ഓളം വരുന്ന സന്നദ്ധ സംഘടനകൾ ഈ NGO കോൺഫെഡറേഷനുമായി ബന്ധപ്പെടുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. 2022 ആയപ്പോഴത്തേക്കും സംസ്ഥാനതല സംഗമം എറണാകുളത്ത് വെച്ച് നടത്തി. തുടർന്ന് സംസ്ഥാന സമിതിയുണ്ടായി, ജില്ലാ സമിതികളുണ്ടായി. സംസ്ഥാന സമിതിയുടെയും ദേശീയ സമിതിയുടെയും ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ശ്രീ KN ആനന്ദകുമാറാണ്. റിട്ടയേർഡ് ജസ്റ്റിസ് ശ്രീ CN രാമചന്ദ്രൻ നായരാണ് ഇതിൻ്റെ മുഖ്യ ഉപദേഷ്ടാവെന്ന് പറയുന്നത്. ഇതിൻ്റെ സംസ്ഥാന തല സെക്രട്ടറിയും ദേശീയ കോർഡിനേറ്റർ എന്ന് പറയുന്നത് അനന്തകൃഷ്ണനാണ്. എൻ്റെ പേര് സുഹൃതം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്നാണ്. ഞാൻ 157 പേരോട് പണം വാങ്ങി അടച്ചു. അതിൽ 91 പേർക്ക് 2 വീലർ കൊടുത്തു. ഇനി 66 ആളുകൾക്ക് 2 വീലർ കിട്ടാനുണ്ട്. എനിക്ക് 224 2 വീലറിൻ്റെ പൈസ ഞാൻ ഇപ്പോൾ അടച്ചിട്ട് 3 മാസമായുള്ളൂ. 224 2 വീലർ ഞാൻ നേരത്തെ അടച്ചതെല്ലാം കൃത്യമായിട്ട് എനിക്ക് കിട്ടിയായിരുന്നു. 135 2 വീലർ നേരത്തെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ കിറ്റ് 100 സ്കൂൾ കിറ്റ്. ഏതാണ്ട് എത്ര രൂപ? 224 2 വീലർ എന്ന് പറയുമ്പോൾ എത്ര രൂപ അടച്ചിട്ടുണ്ട്? അപ്പം ഈ 2 വീലറിൻ്റെ മാത്രമല്ല, ലാപ്ടോപ്പ് 48 ലാപ്ടോപ്പ്. എത്ര ചേട്ടൻ്റെ? 1,80,00,000 രൂപ ചേട്ടൻ മാത്രം. ഞാൻ ട്രാവൻകൂർ അഗ്രി ലൈഫ് ഫാർം പ്രൊഡ്യൂസർ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞങ്ങൾ കൊടുത്ത പ്രോജക്റ്റുകൾ, ഇന്നലെ വരെ കൊടുത്ത പ്രോജക്റ്റുകളെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കൃത്യമായി കിട്ടിയപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത പ്രോജക്റ്റ് വന്നപ്പോൾ വണ്ടിക്ക് 2 വീലറിന് ഏകദേശം 136 പേർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും, 2 വീലർ കൊടുക്കാൻ കഴിയും. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ക്രെഡിബിലിറ്റി, നമ്മുടെ ഈ വിശ്വാസം കൊണ്ട് ഒരുപാട് ധാരാളം കർഷകരും പാവങ്ങളും നമ്മുടെ അടുത്ത് വന്നു. ഞങ്ങളങ്ങനെ ഏകദേശം 375ഓളം വണ്ടികൾക്ക് ഞങ്ങൾ പണം വാങ്ങി അവർക്ക് കൊടുത്തു. ഇനി 375 കിട്ടാണ്ട് എത്ര കോടി? 68 രൂപ എല്ലാം കൂടെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ 6 കോടി രൂപയുടെ, അതാണ് തിരുവനന്തപുരം ജില്ലയുടെ മൊത്തം കിട്ടാനുള്ളത്. ഇതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന ലാഭം എന്തായിരുന്നു? ഇല്ല, ഞങ്ങൾക്കൊരു ലാഭവുമില്ല. ഞങ്ങൾ ആളുകൾക്ക് സർവീസ് കൊടുക്കുന്ന സംഘടനകളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ആളുകൾക്ക് പ്രയോജനപ്രദമായ ഒരു കാര്യം, അത് വിശ്വാസമുള്ള ആനന്ദകുമാർ സാർ ഞങ്ങളോട് പറയുമ്പോൾ അത് ആളുകളിൽ എത്തിക്കുക എന്നുള്ള ഒരു ചുമതലയാണ് ഞങ്ങൾ ഏറ്റവും. റാഹിസ് റഷീദ് ഇവരുമായി സംസാരിച്ചിരുന്നു. റാഹിസ് റഷീദ്, വിവിധ NGO കോർഡിനേറ്റർമാർ യഥാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണല്ലേ? അവരെ വിശ്വസിച്ച് പണം നൽകിയവർ, ആനന്ദ്കുമാറിനെ കണ്ട് ഈ കോൺഫെഡറേഷൻ്റെ ഭാഗമായവർ, ഇവർ 100 കണക്കിന് ആളുകളിൽ നിന്നാണ് പണം പിരിച്ചിരിക്കുന്നത്. 1, 2, 3 കോടി രൂപ വീതം അവർ ഒരൊറ്റ ദിവസം ഇരുട്ടി വെളുത്തപ്പോഴേക്കും ബാധ്യതക്കാരായി മാറുകയാണ്. അപ്പോൾ ഇവർക്ക് മറുപടി പറയേണ്ടി വരുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പക്ഷേ ഇവരെല്ലാവരും ഉറപ്പിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഈ കോൺഫെഡറേഷൻ തുടങ്ങിയത് ആനന്ദ്കുമാറാണ് എന്ന്. ശരിയല്ലേ റാഹിസ്? ഡോക്ടർ അരുൺ, അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് 2 തരത്തിലുള്ള ആളുകൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ ആഴത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഒന്ന്, നമ്മൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഗുണഭോക്താക്കൾ 60,000 രൂപ വരെ കൊടുത്തിരുന്ന ആളുകൾ പറ്റിക്കപ്പെട്ടു. അത് ഇതിനകം തന്നെ വ്യക്തമായതുമാണ്. ആ സമയത്ത് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത് ഇതിൻ്റെ ഇടനില നിന്ന് പൈസ പിരിച്ച ആളുകളും ഈ ആനന്ദ്കുമാറും അനന്തകൃഷ്ണനും ഒപ്പം നിന്ന് ഈ ആളുകളെ മനഃപൂർവ്വം പറ്റിച്ചതാണ് എന്നൊരു ധാരണ പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷേ NGO കോൺഫെഡറേഷൻ്റെ ചെറിയ ചെറിയ സംഘങ്ങളായി നിൽക്കുന്ന ആളുകളോട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, നമ്മൾ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, പക്ഷേ ഭൂരിഭാഗം ആളുകളും ഈ ഗുണഭോക്താക്കൾ പറ്റിക്കപ്പെട്ടതുപോലെ ഇവരും പറ്റിക്കപ്പെട്ടതാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഇവരെ സംബന്ധിച്ച് ഒരു നാട്ടിൽ നിലവിൽ NGO കോൺഫെഡറേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനകളായിരിക്കും. അവർക്ക് ഈ ലാപ്ടോപ്പും
ഒപ്പം ബൈക്ക് സ്കൂട്ടറുമൊക്കെ പകുതി വിലയ്ക്ക് കൊടുക്കുന്നതോടെ അവരുടെ സംഘടനയിലേക്ക് കുറച്ച് ആളുകൾ കൂടി വരും. ഈ പ്രോജക്റ്റ് കഴിഞ്ഞാലും മുന്നോട്ട് പോകുന്ന സംഘടനയാണ് ഈ NGO കോൺഫെഡറേഷൻ്റെ കീഴിലുള്ള ഈ NGOകൾ. സ്വാഭാവികമായിട്ടും അവർക്ക് അടുത്ത പദ്ധതികൾ വരുമ്പോൾ ഈ സ്കൂട്ടർ കിട്ടിയ ആളുകളെയും കൂടെ ഇതിൻ്റെ ഭാഗമാക്കുക എന്നതായിരുന്നു ഇവർ ഇതുമായി പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. ഇതിൽ നമ്മളോടിപ്പോൾ സംസാരിച്ച ഒരു സൊസൈറ്റിയുടെ ആൾ ഏതാണ്ട് 1.5 കോടി രൂപ അധികം കൊടുത്തു. ഈ ക്യാമറയിൽ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ വിങ്ങിപ്പൊട്ടിയായിരുന്നു സംസാരിച്ചിരുന്നത്. എനിക്ക് ഞാനൊരു വാടക വീട്ടിൽ താമസിക്കുന്ന ആളാണ്. ഒരു തുണ്ട് ഭൂമി പോലുമില്ല. 1,60,00,000 അടുത്ത് പണം ഞാൻ പലരിൽ നിന്ന് പിരിച്ചു. ഞാൻ എന്തു ചെയ്യും? എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാരോട് ഇത് സെറ്റിൽ ചെയ്യാമെന്ന് പറയുകയാണ്. പക്ഷേ എങ്ങനെ ഞാൻ സെറ്റിൽ ചെയ്യും? ആ തരത്തിൽ ഇവർ പെട്ടുപോയിട്ടുണ്ട്. ഇതിൽ 2 തരത്തിലാണ് പണപ്പിരിവ് നടന്നത്. ഒന്ന് NGO കോൺഫെഡറേഷൻ്റെ കീഴിലുള്ള NGOകൾ വഴിയുള്ള പണപ്പിരിവ്. മറ്റൊന്ന് സീഡ് വഴിയുള്ള പണപ്പിരിവ്. ആ സീഡ് വഴിയുള്ള പണപ്പിരിവ് ഡയറക്റ്റായി അനന്തകൃഷ്ണൻ്റെ കീഴിൽ വരുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഒരു പക്ഷേ ഇതിനായി മാത്രം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയായി അതിനെ നമ്മൾ കണക്കാക്കാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ ഇതിൽ പല ആളുകളും വിചാരിക്കുന്നത് പോലെ അനന്തകൃഷ്ണനേക്കാൾ വലിയ സ്രാവ് KN ആനന്ദകുമാർ ആണ് എന്നാണ് ഇവരൊക്കെ പറയുന്നത്. കാരണം KN ആനന്ദകുമാർ സായിഗ്രാമുമായി വർഷങ്ങളായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ദേശീയ നേതാവായ ഒരാളാണ്. അദ്ദേഹത്തിന് കീഴിൽ ഈ ഒരു പ്രോജക്റ്റ് മാത്രമല്ല ഇവരെടുത്തിരിക്കുന്നത്. ഈ NGOകൾ നിരവധി പ്രോജക്റ്റുകൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ട്രസ്റ്റ് ഈ ആനന്ദകുമാറിനോട് ഇവർക്കൊക്കെ ഉണ്ട്. ആനന്ദകുമാറിൻ്റെ ഒരു സംരംഭം, അദ്ദേഹം തരുന്ന ഒരു പ്രോജക്റ്റ് എന്ന നിലയിലാണ് ഇവരൊക്കെ അതിന് കൈ കൊടുക്കുന്നത്. ഒരു ദിവസം ഓരോ ജില്ലയിലും NGOകളുടെ യോഗം വിളിച്ചതിന് ശേഷം ആനന്ദകുമാർ അനന്തകൃഷ്ണൻ എന്ന ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇദ്ദേഹം ഇതിൻ്റെ നാഷണൽ കോർഡിനേറ്ററാണ്. ഇനി എനിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. വലിയ വലിയ പ്രോജക്റ്റുകൾ വരുന്നു. CSR ഫണ്ടിൽ നിന്ന് പകുതി പൈസ. ഇതിനകത്ത് ഈ ചെറിയ ചൂണ്ടയിട്ട് ചെറിയ മീനെ കുരുക്കി വലിയ മീൻ പിടിക്കുന്ന ഒരു രീതിയാണ് തിരുവനന്തപുരത്തും മറ്റും നടത്തിയിരിക്കുന്നത്. കാരണം ജൈവവളം കൊടുത്തു, തയ്യൽ മെഷീൻ കൊടുത്തു, കുറച്ച് പേർക്ക് ലാപ്ടോപ്പ് കൊടുത്തു, കുറച്ച് പേർക്ക് സ്കൂട്ടർ കൊടുത്തു. എന്നിട്ട് കൂടുതൽ ആളുകളെ പിടിച്ച് പറ്റി